അതുകൊണ്ട് ഭാര്യഭർത്താക്കന്മാർ ദമ്പതിമാർ വളരെ സ്നേഹത്തോടുകൂടെ കാരുണ്യത്തോടുകൂടെ സഹകരണ മനോഭാവത്തോടുകൂടെ എല്ലാവിധ വിട്ടുവീഴ്ചയോടുകൂടെ ആയിരിക്കണം ജീവിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, വളരെ മര്യാദയോടുകൂടെ നല്ല രീതിയിൽ അവരുമായി സഹവർത്തിത്വം പുലർത്തുക. ഭാര്യഭർത്താക്കന്മാർ പരസ്പരം സ്നേഹത്തോടെ സഹകരണത്തോടുകൂടെ നല്ല നിലയിലായിരിക്കണം കഴിയേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയുണ്ടായി, മഹാനാവുന്ന മുആവിയ റളിയല്ലാഹു അൻഹു, ഞങ്ങളിൽ ഒരാൾക്ക് ഞങ്ങളുടെ ഭാര്യയോടുള്ള കടപ്പാട് എന്താണ്, ഭാര്യമാരുടെ കടപ്പാട് എന്താണെന്ന് ചോദിക്കുമ്പോൾ നബി തങ്ങൾ പറഞ്ഞ മറുപടി, നീ ഭക്ഷണം കഴിക്കുമ്പോൾ അവളെയും ഭക്ഷിപ്പിക്കുക, അതുപോലെ നീ വസ്ത്രം വാങ്ങുമ്പോൾ നിനക്ക് വസ്ത്രം വാങ്ങുമ്പോൾ അവളേക്കും വസ്ത്രം വാങ്ങേണ്ടതുണ്ട്, അവൾക്ക് നീ വസ്ത്രം വാങ്ങി കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഭാര്യ ഭർത്താക്കന്മാരും മനുഷ്യ സഹജമാണ്, ചില പ്രശ്നങ്ങളും മറ്റുമൊക്കെ സ്വാഭാവികമാണ്. ഒരിക്കൽ പോലും അങ്ങനെ ഉണ്ടായാൽ പോലും ഒരിക്കലും അവരെ അടിക്കുന്ന മുഖത്ത് അടിക്കുന്ന ഒരു ഏർപ്പാടുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ അവളെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പാടില്ല, അവളെ മോശപ്പെടുത്താൻ പാടില്ല, അവളുടെ പ്രവൃത്തി നീ ഒരിക്കലും കുറ്റം പറയരുത്, മോശമാക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സ്വരച്ചേർച്ച ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രശ്നം അനിഷ്ടം പിണക്കമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കിടപ്പുറക്കപ്പുറത്തേക്ക് ഒരിക്കലും വരാൻ പാടില്ല, കാണാൻ പാടില്ല, പ്രകടമാകാൻ പാടില്ല. അത്രമാത്രം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനും ഇസ്ലാം പഠിപ്പിച്ച ഭാര്യ ഭർത്താക്കന്മാരുടെ എല്ലാ കടമകളും കടപ്പാടുകളും രണ്ട് കൂട്ടരും അത് കൂടുകയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞവർ നിങ്ങൾക്ക് എണ്ണകളെ സൃഷ്ടിച്ചു എന്നതാണ്, നിങ്ങളുടെ സമാധാനത്തോടുകൂടെ കൂടി പ്രാപിക്കാൻ വേണ്ടി എന്നതാണ്. നിങ്ങൾക്ക് ഇണകള ഉണ്ടാക്കിയത് നിങ്ങളുടെ സമാധാനത്തോടെ ഒത്തുചേരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സമാധാനം സ്നേഹം ഉണ്ടാകണം. കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ കൂടുമ്പോൾ ഇമ്പമുള്ളതാകേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ സ്നേഹത്തോടുകൂടെ വളരെ സഹകരണത്തോടുകൂടെ നല്ല സമാധാനത്തോടുകൂടെ കഴിയേണ്ടതുണ്ട്, അതിനെ സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നബി തങ്ങളോട് ചോദിച്ചു, സ്വഹാബി ഏറ്റവും നല്ല പെണ്ണാരാണ് നബിയെ? അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, ഏറ്റവും നല്ല പെണ്ണെന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവ് ആ പെണ്ണിനെ നോക്കിയാൽ തന്നെ ഭർത്താവിന് സന്തോഷമുണ്ടാക്കുന്നവളാണ്. ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ അവളെ കാണുമ്പോഴേക്ക് അവൾക്ക് ഭർത്താവിന് സന്തോഷമുണ്ടാകണം. ഭർത്താവിന്റെ പ്രശ്നങ്ങൾ, ഭർത്താവിന്റെ ടെൻഷനുകളൊക്കെ മുഷിപ്പുകൾ മാറണം. നോക്കിയാൽ സന്തോഷമുണ്ടാക്കുന്നവളാണ്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നവളാണ്. അതുപോലെ തന്നെ അവളുടെ ശരീരം കൊണ്ടോ അവളുടെ സമ്പത്ത് കൊണ്ടോ ഭർത്താവിന്റെ ധനം കൊണ്ടോ ഭർത്താവിന് ഇഷ്ടകരമല്ലാത്ത ഒരു കാര്യവും ചെയ്യാത്തവളാണ് ഉത്തമയായ സ്ത്രീ എന്നും വിധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഇവിടുത്തെ വിവാഹിതരാകാൻ പോകുന്ന നവദമ്പതിമാർക്ക് അത്തരത്തിൽ നല്ല രീതിയിൽ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ മംഗളാശംസകളും അർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.